ഹലോ. അപ്പോൾ കുറേ കാലമായില്ലേ കണ്ടിട്ട്. അപ്പോൾ നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ നോക്കിയാലോ. ഫസ്റ്റ് ഞാൻ ഒരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പ്ലമ്മിൻ്റെ ഒരു ടോണറാണ് കേട്ടോ അപ്ലൈ ചെയ്ത്. ഞാൻ എപ്പോഴും ടോണർ അപ്ലൈ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നിവ്യയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ക്രീമാണ് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ ഒരു സൺസ്ക്രീനാണ്. സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സൺ ടാൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇവയുടെ ടോക്കൺ പൗഡറാണ് കേട്ടോ. ഞാൻ കൂടുതലായിട്ട് ഇങ്ങനത്തെ പൗഡേഴ്സാണ് യൂസ് ചെയ്യാറ്. കോമ്പാക്ട് പൗഡേഴ്സ് അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. എപ്പോഴും ഈ ടൈപ്പ് പൗഡേഴ്സാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതാണ് കുറച്ചും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കണ്ണിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് കാജൽ വെച്ചിട്ടും ഐലൈനർ വെച്ചിട്ടും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ട് കണ്ണ് നന്നായിട്ട് മുകളിലും താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു പൊട്ട് കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐലാഷസിന് കുറച്ചുകൂടി വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ട് മസ്കാര കൂടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എന്തൊക്കെ റെഡി വിത്ത് മീ. ടാറ്റാ.